Yo, what's up, guys? Welcome to my YouTube channel. If you're new, welcome to my YouTube channel once again. So let's start with a new video. ഞാൻ ഫേസ് ചെയ്യുന്ന ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിൽ എല്ലാവർക്കും വന്നൊരു ചോദ്യമാണ്, വൈ ആർ വി ഫെയിലിംഗ് ഇൻ വാട്ട് എവർ വി ആർ ഡൂയിങ്. എന്ത് ചെയ്യുന്നു അതിലെന്താണ് ഒന്നും ആയി വരാൻ പറ്റാത്തത്. അങ്ങനെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ട കാര്യം തന്നെയാണോ എന്ന്. പോസ്റ്റ് ഇസ് ഹൗ ഐ മെൻ ടു ബി. ഇങ്ങനെ ആയിരുന്നോ ഞാൻ ആകണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഓർ നമ്മൾ നമ്മുടെ ഡിസിഷൻ കാരണം നമ്മൾ എത്തിയതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ഓൺ മൈൻഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഓൺ ഡിസിഷനാണ് നമുക്ക് വലുത് എപ്പോഴും. പക്ഷേ ബൈബിൾ എന്താ നമ്മുടെ ഓൺ ഡിസിഷനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, Proverbs 28:6 പറയുന്നത്, whoever trusts in his own mind is a fool, but he who walks in wisdom will be delivered എന്നാണ്. അപ്പം ഒരു കാര്യം ക്ലിയർലി പറയുന്നുണ്ട്, ദൈവമാണ്, ഹി ഈസ് ദി ഓൺലി വേ. ദൈവമാണ് ഏക വഴി. ദൈവത്തിലാണ് നമുക്ക് രക്ഷ. നമ്മുടെ പ്ലാൻസ് ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല എന്ന് ക്ലിയർ ആയിട്ട് ബൈബിൾ പറയുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ എന്തിനാണ് നമ്മുടെ ഓൺ പ്ലാൻസ്, നമ്മുടെ ഓൺ ഡിസിഷനിൽ നമ്മൾ ആശ്രയിക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെങ്ങനെ ജീവിക്കേണ്ടതെന്നെല്ലാം ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എന്തിന് നമ്മുടെ ഓൺ മൈൻഡിൽ ഉണ്ടാക്കിയ ആ ഒരു ഇമാജിനേഷനിൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കിയ ആ ഒരു ഇമാജിനറി വേൾഡിൽ നമ്മൾ എന്തിന് ഇപ്പോഴും ജീവിക്കുന്നു നമ്മൾ ഒത്തിരി ഓർക്കണം. ഒരിക്കലും വിശ്വസിക്കില്ല നമുക്കായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. ബൈബിൾ പറയുന്നുണ്ട്, ദൈവമില്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല, ദൈവമില്ലാതെ നമുക്ക് പിന്നെ ലോകത്തെ ജയിക്കാൻ പറ്റത്തില്ല എന്ന് ബൈബിൾ ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓൺ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ഓൺ ഡിസിഷനിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തിച്ചേരത്തില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യും, നമ്മുടെ എഫേർട്സ്, നമ്മുടെ സ്റ്റാമിന, വി വിൽ ബി എക്സോസ്റ്റഡ് ബിക്കോസ് വി ആർ ട്രൈയിങ് ടു ബി സക്സസ്ഫുൾ ഓർ ട്രൈയിങ് ടു ബി സംവെയർ വിത്ത് അവർ ഓൺ ഇമാജിനേഷൻ. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചേരാൻ നോക്കുകയാണ്. അല്ല, നമ്മൾ അവിടെ എത്തിച്ചേർന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു വരുമാനമാണ് നമ്മൾ തന്നെ ഇരുന്നിട്ട് ദൈവം എനിക്ക് തന്നായിരിക്കുന്നത് ഞാൻ സമാധാനിക്കുകയാണ്. നോ, ദൈവം നമുക്ക് തരുന്ന എന്നാണ് നമ്മളെങ്ങനെ അറിയുന്നത്? ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുമ്പോഴാണ്. ദൈവത്തോട് കൂടുതൽ ചേർന്ന് ബൈബിൾ ക്ലിയർ ആയിട്ട് ദൈവം പറയുന്നുണ്ട്. ജെറമായ 29:13, യു വിൽ സീക്ക് മീ ആൻഡ് ഫൈൻഡ് മീ വെൻ യു സീക്ക് മീ വിത്ത് യുവർ ഹോൾ ഹാർട്ട്. ദൈവത്തെ പൂർണ്ണ മനസ്സോടെ നമ്മൾ വിശ്വസിച്ചാൽ, അന്വേഷിച്ചാൽ, ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു. ദൈവം നമുക്ക് വേണ്ടി തന്നേക്കുന്ന പ്ലാൻ ദൈവം നമ്മളെ തരും. നമ്മളിപ്പോൾ ഫീലിംഗ് ആകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു രീതി പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. കാരണം വി ക്യാൻ ഫൈൻഡ് അവർ സെൽഫ്. നമുക്ക് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാം. നമ്മൾ വാട്ട് വി ആർ മെൻ ടു ബി, വി ക്യാൻ ഫൈൻഡ് ദാറ്റ്. നമ്മളെന്താകണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, നമ്മൾ ട്രൈ ചെയ്യുന്നത് തന്നെ നമുക്ക് വിജയിക്കണം എന്നാണെങ്കിൽ, keep trying it and you'll keep failing it because you're trying the way of the world. You're not trying the way of the God. Be in the way of the God and you'll find the way of your life. So don't focus on useless things. Focus on God and what you meant to do in your life. എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. If you like the video, please do share with everyone and please do like, share with as many people as possible. Philippians 4:7, and the peace of God which surpasses all understanding will guard your heart and your mind in Christ Jesus. So Jesus said, He will guide you, He will be with you, and everything will be in peace, everything will be happy. നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. Stay tuned for the next video and peace.